ജുഡീഷ്യൽ സർവീസസിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രിവലൻ്റ് ആയിരുന്നു. കാഴ്ചയുള്ള ജഡ്ജസും ഇല്ലാത്ത നമ്മളും എവിഡൻസ് എടുക്കുന്നത് ഒരേപോലെയാണ്, വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ മാറ്റമല്ലേ. അതിന് എനിക്ക് ഒരു റെവല്യൂഷനായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് കോർട്ട് റൂംസിലേക്ക് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് ബ്രെയിൽ സ്ക്രിപ്റ്റിൽ എൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് വന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബ്ലണ്ടർ ക്വസ്റ്റ്യൻ ആണത്. അങ്ങനെ ഒരു ഇമോഷണൽ ഡിലെമയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒറ്റ ക്വസ്റ്റ്യൻ മതി. ഇപ്പോൾ ഈ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടയിൽ ഫയലാക്കിയ പല കേസുകളും താനിയ തയ്യാറാക്കി. പക്ഷെ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് താനിയക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോടതിയിലും പെർഫോം ചെയ്യാൻ പറ്റും. ജഡ്ജസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യലുണ്ട്. താനിയുടെ ആർഗ്യുമെൻറ്റ് കേട്ടിട്ടതിന് ശേഷം മിക്ക ജഡ്ജസും. ഈ വർഷത്തെ കേരള ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയിലെ റാങ്കിംഗ് നേട്ടത്തിലൂടെ ചരിത്രം കുറിച്ച ഒരു മിടുക്കിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. കണ്ണൂർ സ്വദേശി താനിയ നാഥൻ. 100% കാഴ്ച പരിമിതിയുള്ള കേരളത്തിലെ ആദ്യ ജഡ്ജിയായി നിയമിക്കപ്പെടാൻ ഒരുങ്ങുകയാണ് താനിയ. സ്വാഗതം. ഈ ഒരു സക്സസിന്റെ മധുരം എന്ന് പറയുന്നത് എങ്ങനെ തോന്നുന്നു? ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ഒരു ആദ്യത്തെ വ്യക്തിയാവുക എന്ന് പറയുമ്പം ഇറ്റ് ഫീൽസ് റിയലി ഗ്രേറ്റ്. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സാം എഴുതാൻ പറ്റുമോ എന്ന് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആ ഒരു ജഡ്ജ്മെന്റ് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതി ഇവിടം വരെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു റാങ്ക് നേട്ടം മാത്രമല്ല, LLBക്ക് പഠിക്കുമ്പോഴും താനിയ റാങ്ക് ഹോൾഡർ ആയിരുന്നു. എങ്ങനെയായിരുന്നു ഒരു പഠന രീതി? എങ്ങനെയായിരുന്നു താനിയുടെ? മാക്സിമം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്. അതായത് ഈ സ്റ്റഡി മെറ്റീരിയൽസ് പരമാവധി ഡിജിറ്റൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കേട്ട്, പിന്നെ നോട്ട്സ് എല്ലാം ബ്രെയിൽ സ്ക്രിപ്റ്റിൽ എഴുതിയെടുത്ത്, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെയാണ് LLBക്ക് റാങ്ക് ഹോൾഡർ ആയത്. പക്ഷെ ഇത്ര ചലഞ്ചിങ് ആയിട്ട് നിയമപഠനം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് അധികം വന്ന് കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കരിയർ ഓപ്ഷൻ എടുക്കാൻ തോന്നിയത്? കൺവെൻഷണൽ സബ്ജക്ട്സ് വേണ്ട എന്നെനിക്ക് അതിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്ക് തോന്നി ലോ എന്ന് പറയുന്നത് ഒരു യുണീക്ക് സബ്ജക്റ്റ് ആണ്. പൊതുവെ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾ അധികം കടന്നു വരാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത ഒരു ഏരിയ ആണിത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം നിയമം എന്ന് പറയുന്നത് ജസ്റ്റിസ് എൻഷുർ ചെയ്യാനാണ്. അപ്പോൾ സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അതിൽ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്ന് പറയുമ്പം അത് വളരെ വിഷമമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ലോ പഠിക്കാം എന്ന് വിചാരിച്ചു. വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ളവർക്ക് ജുഡീഷ്യൽ സർവീസസിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പ്രിവലൻ്റ് ആയിരുന്നു. ഇങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ടാകുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഡൗട്ട്. പിന്നെ സിസ്റ്റത്തിന് അറിയില്ല. സിസ്റ്റം ഇത്രയും കാലം ശീലിച്ച് പോന്നിട്ടുള്ളത് ഫുള്ളി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ലാഗ് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും അത് വന്നു എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താനിയ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പം അഭിഭാഷക ആവണമെന്ന് കരുതി തന്നെ ആയിരിക്കണം LLB എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് അത് ഫുൾഫിൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ ആദ്യമായിട്ട് കോർട്ടിൽ എത്തുക എന്ന് പറയുന്നത്. ആ ദിവസം ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു അത്? ഫസ്റ്റ് ഡേ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇൻഫാക്ട് LLB കഴിഞ്ഞ് നമ്മൾ ആ എൻറോൾ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആദ്യമായിട്ട് കോട്ടും ഗൗണൊക്കെ ഇട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ശരിക്കും 5 വർഷത്തെ ആ ഒരു അധ്വാനം അത് ഒന്ന് കടന്നു കിട്ടിയതിൻ്റെ ആ ഒരു സക്സസ് എനിക്ക് എപ്പോഴും, ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്തപ്പോൾ എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത് അതേ ഒരു ഫീൽ ഓഫ് സക്സസ് ആയിരുന്നു അന്നും എനിക്കുണ്ടായി. ചിലപ്പോൾ അതിനൊക്കെ കൂടുതലായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇതിനു വേണ്ടി നമ്മൾ 1 വർഷമേ സ്പെൻഡ് ചെയ്തുള്ളൂ, പക്ഷെ അത് 5 വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടായിരുന്നു അവിടെ കിട്ടിയത്. പിന്നെ ആദ്യമായിട്ട് കോർട്ടിൽ വരിക എന്ന് പറയുമ്പം അത് അതിനൊക്കെ ഒരു നമുക്ക് എന്താ ഫീലിംഗ് ഓഫ് അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ്. അപ്പോൾ ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ, കോടതികളിൽ നമുക്ക് വേണ്ട മൈൻഡ് സെറ്റ് ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് കടന്നു വരുന്നത്. പക്ഷെ അതിനെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇവിടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കോടതിയിലാണെങ്കിലും മറ്റ് അഭിഭാഷകരാണെങ്കിലും നല്ല സപ്പോർട്ടീവാണ്.
ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ജഡ്ജസ് ആണെങ്കിലും ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് കരുതി ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻറ്റ് തരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾ ടുഗെദർ എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ടോടു കൂടി നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ നത്തിങ് അബൌട്ട് വിത്തൗട്ട് അസ് എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ലാത്തൊരിടത്തേക്കാണ് താനി ഇനി ചെല്ലാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? ഞാൻ എപ്പോഴും എൻ്റെ യങ്ങർ ബ്രദേഴ്സ്, അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് നിയമം പഠിക്കൂ എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം നമുക്ക് ആരും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അത് കുറച്ച് പേര് വന്നു കഴിയുമ്പം ഈ ഒരു ഫീൽഡ് നമുക്ക് ആക്സസിബിൾ ആയി തുടങ്ങും. നമ്മൾ അതിലോട്ട് വരാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പം ആ ഒരു പൊതുവായിട്ടുള്ള ധാരണ വന്നിട്ടുള്ളത്, നമുക്കിത് പറ്റില്ല എന്നുള്ളത്. ഓണറബിൾ സുപ്രീം കോർട്ടിൻ്റെ ആ ജഡ്ജ്മെൻറ്റും കൂടി ആയപ്പം നമുക്ക് ആ ഒരു പാത്ത് വേ കുറച്ചുകൂടി എളുപ്പമായി കിട്ടി. നമ്മൾ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ സാമൂഹിക ഇടങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദങ്ങളായിരിക്കണം, ആവേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ആവശ്യകത കുറെ കൂടെ ആളുകൾക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മനസ്സിലായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമ്മൾ വളരെ പുറകിലാണ്. മറ്റ് കൺട്രീസൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പം നമ്മളൊന്ന് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് ഭിന്നശേഷി സൗഹൃദമല്ല. പക്ഷെ നമ്മൾ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ളവർക്ക് പിന്നെയും ഒരു ഹാൻഡ് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്താൻ പറ്റും. പക്ഷെ മറ്റ് ഡിസേബിലിറ്റീസിനെ കൂടി നമ്മൾ പരിഗണിക്കണം. വീൽ ചെയർ യൂസേഴ്സ് ആയിട്ടുള്ളവർക്കും അവർക്കൊക്കെ ചില ഇടങ്ങൾ ആക്സസിബിൾ ആണെന്ന് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ആക്സസിബിൾ എന്നുള്ളൊരു തരത്തിലേക്ക് നമ്മളിപ്പോഴും വന്നിട്ടില്ല. അത് മാറേണ്ടതുണ്ട്. കോടതി മുറികളും കോടതി ഇടങ്ങളും അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ കുറേ ബെറ്റർമെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വിഷ്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുവാണെങ്കിൽ നമുക്ക് കോർട്ട് റൂംസിലേക്ക് ഗാഡ്ജറ്റ്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നത് ബ്രെയിൽ സ്ക്രിപ്റ്റിൽ എൻ്റെ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു ബുദ്ധിമുട്ടല്ല, തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. കാരണം നമുക്ക് മറ്റ് വക്കീലന്മാർ വായിക്കുന്ന പോലെ തന്നെ ഏകദേശം അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ടെക്നോളജി എനേബിൾഡ് ആവുകയാണെങ്കിൽ കുറേ കൂടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് സ്പേസ് കോർട്ട് റൂമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് വരുമായിരിക്കും. ബെഞ്ചിൽ അതിന് വേണ്ട മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാറിലേക്കും കൂടി അത് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള അഡ്വക്കേറ്റ്സിന് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താനിയ ലാസ്റ്റ് ഫേസ് ചെയ്ത കോമ്പറ്റേറ്റീവ് എക്സാം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള പുസ്തകങ്ങളായാലും വായിക്കാനുള്ള പുസ്തകങ്ങളായാലും ഈ ബ്രെയിലി ലിപിയിൽ എത്രത്തോളം അവൈലബിൾ ആണ്? ലൈബ്രറികൾ അത്രത്തോളം സൗകര്യങ്ങളുണ്ട്? നിയമപുസ്തകങ്ങളൊന്നും തന്നെ ബ്രെയിൽ ലിപിയിൽ അവൈലബിൾ അല്ല, അൺഫോർച്ചുനേറ്റ്ലി. നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്സ് സ്കൂൾ ലെവൽ വരെ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബ്രെയിൽ പ്രസ്സുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, അങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റ് പുസ്തകങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് വരുമ്പം ബ്രെയിൽ ലിപിയിൽ പുസ്തകങ്ങൾ വേണമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. നമ്മുടെ നോർമൽ സ്ക്രിപ്റ്റ് പോലെയല്ല. നമ്മളിപ്പോൾ ഒരു പേജ് നിങ്ങൾ എഴുതുന്നത് അതേ ഒരു പേജ് നമ്മൾ ബ്രെയിൽ ലിപിയിലോട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2 to 3 pages ആയിട്ട് വരും. അപ്പോൾ ഒരു പുസ്തകം മുഴുവൻ ബ്രെയിലിലേക്ക് അച്ചടിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു 3-4 ബുക്സ് ആയിട്ടായിരിക്കും നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. അപ്പോൾ അത് ഒട്ടും പോർട്ടബിൾ അല്ലാത്തൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ കൂടുതലും അതുകൊണ്ടാണ് ഓഡിയോ ബുക്സും ഇതുപോലെ ഡിജിറ്റൽ മെറ്റീരിയൽസും ഒക്കെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ്. നമ്മുടെ മൈ ഓൺ റീഡ് ചെയ്യുമ്പം കേൾക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആണോ? അങ്ങനെ ഓഡിയോ പുസ്തകങ്ങൾ ഇന്ന് കേരളത്തിൽ ധാരാളം ഓഡിയോ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ലിറ്ററേച്ചർ റിലേറ്റഡ് ബുക്സ് വായിക്കുന്ന നമ്മുടെ ഒരു ശ്രവ്യം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അവിടെ വോളണ്ടിയേഴ്സ്, കാഴ്ചയുള്ള വോളണ്ടിയേഴ്സ് പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിലാക്കി ഓരോ ദിവസവും ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ചാപ്റ്റർ വെച്ച് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലവരായിട്ടുള്ള കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരവരുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്, അതായത് അവർക്കുള്ള ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു വെളിച്ചം നമുക്ക് കൂടി പകർന്നു തരിക എന്നുള്ള രീതിക്ക് നല്ല രീതിയിൽ വായിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു മാസം മിനിമം നമ്മളൊരു 3 to 4 ബുക്സ് വായിച്ചിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ കൂടെ. സാധാരണ നമ്മളൊരു റീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയം നമുക്ക് ഒരു ബുക്കായിരിക്കും നമ്മൾ എടുക്കുക. പക്ഷേ ഈ ഓഡിയോ ബുക്സ് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഒരു മാസം ഒരു 3 to 4 പുസ്തകങ്ങൾ വരെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രവ്യം കൂടാതെ വിജ്ഞാനദീപം, ഹൃദ്യം,
ദ്യുതി, ഇങ്ങനെ കുറേ ഓഡിയോ ലൈബ്രറികൾ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിക്ഷൻ വായിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ അങ്ങനെ ഫിക്ഷൻ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ മാക്സിമം റീഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഭിന്നശേഷി സ്കൂളുകളുണ്ട്, അല്ലാതെ പൊതുവിദ്യാലയങ്ങളിലും കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. തനിക്ക് ഏതായിരുന്നു ഏറ്റവും കംഫർട്ടായി തോന്നുക? അല്ലെ എങ്ങനെയാണ് ശരിക്കും വിദ്യാഭ്യാസത്തിൽ ഒരു ഇൻക്ലൂസീവ്നെസ് ആണോ വരേണ്ടത്? ഇൻക്ലൂസീവ്നെസ് വരണം, പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻക്ലൂസീവ് ആയിരിക്കെ തന്നെ ഈ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം അത് റെഡിയായി വരേണ്ടതുണ്ട്. അപ്പോൾ സ്പെഷ്യൽ സ്കൂളുകൾ, അതായത് നമ്മൾ മിനിമം ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഈ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കെയർ കിട്ടാനും അവർക്ക് ബ്രെയിൽ സ്ക്രിപ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിപ്പിച്ച് എല്ലാ സോഷ്യൽ സ്കിൽസും, ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 10-60 കുട്ടികളുള്ള ക്ലാസ് ആവുമ്പം ഈ ഒരു ഭിന്നശേഷിയുള്ള കുട്ടീനെ എല്ലാ സോഷ്യൽ സ്കിൽസും പഠിപ്പിക്കാനുള്ളൊരു സമയമോ സന്ദർഭമോ അധ്യാപകർക്ക് കിട്ടണമെന്നില്ല. അതേസമയം നമ്മളൊരു സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച ഈ ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ട് ഒരു 8ാം ക്ലാസ് മുതൽ നോർമൽ സ്കൂളിലേക്ക് വരുമ്പം നമ്മളും മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെയായി. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. നമുക്കൊരു സെഗ്രിഗേഷൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അല്ലാതെ ഈ കുട്ടികളെ ഇതിൻ്റെ എല്ലാവരുടെയും ഒപ്പം ഇരുത്തിക്കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധയൊട്ട് കിട്ടാനും പോണില്ല. അങ്ങനെ അവർ കോർണേഡ് ഔട്ടായി പോകുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പരിധി വരെ, അതായത് ഒരു 7ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾ സ്പെഷ്യൽ സ്കൂൾ പഠിച്ച് നെസസറി സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താനിയുടെ അമ്മ താനിയുടെ ഓഫീസിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. താനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്നെ വീട്ടിൽ നിന്ന് ബസ് കയറി തിരിച്ചെത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറണമെന്നും? അഫ്കോഴ്സ് അത് മാറണം എന്നല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുകയുള്ളൂ. നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിയും കൂടി നോക്കണമല്ലോ അൾട്ടിമേറ്റ്ലി. അതെ അതെ. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി. പിന്നെ അച്ഛൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്, അമ്മ ഹോം മേക്കറാണ്, ചേച്ചി ദുബായിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മുടെ കൂടെ ആദ്യം തൊട്ടേ നിന്നിട്ടുള്ള ആളുകളായിരിക്കും ഫാമിലി. അപ്പോൾ ഓരോ തവണയും അവര് ചിലപ്പോൾ താനിയേക്കാൾ കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവും. താനിയുടേതായ ഒരു വഴി സ്വന്തമായി വെട്ടി വരുന്നു എന്ന് പറയുമ്പോൾ, ശരിക്കും പറയുമ്പോൾ താനിയുടെ മുമ്പിൽ ഒരാളില്ല, താനിയാണ് ആദ്യത്തെ ആള്. അപ്പം താനിയുടെ അപ്പൊ അത് അവരെങ്ങനെയാണ് അതിനെ കണ്ടത്? എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർക്ക് മീൻസ് നമ്മൾ ആസ് എ പേഴ്സൺ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തണം എന്ന് മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അത് കിട്ടിയപ്പം തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്, പാരൻസിനാണേലും സിസ്റ്റർക്കാണെങ്കിലും. LLB എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ വീട്ടിൽ നിന്ന് പറഞ്ഞത്? ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനെ LLB എടുക്കരുത് എന്ന് ആരും, ഫാമിലിയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് പറ്റുമോ? കാരണം ഹെവി സിലബസ് ആണ് MBBS LLB എന്നൊക്കെ പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് പഠിക്കാനും ഇനി പഠിച്ചാൽ തന്നെ ഭാവിയിൽ വർക്ക് ചെയ്യാനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ അത്ര അങ്ങോട്ട് ചെയ്തില്ല. കാരണം നമ്മൾ ശ്രമിക്കുന്നതിന് തെറ്റില്ലല്ലോ. അങ്ങനെയാണ് ഇതിലേക്ക് നോക്കിയത്. ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും? കാരണം ഈ ബ്രെയിലി ലിപിയിൽ വായിക്കുന്നതിൻ്റെ കോംപ്ലക്സിറ്റി ഒക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ് താനിയുടെ? ഞാൻ മാക്സിമം ബ്രെയിൽ ലിപി ഉപയോഗിച്ച് തന്നെയാണ് പഠിച്ചത്. ഞാൻ അത് പറഞ്ഞുവെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ മാക്സിമം ബ്രെയിൽ ലിപി തന്നെയാണ് ഉപയോഗിച്ചത്. പരമാവധി നോട്ട്സ് എഴുതി ഉണ്ടാക്കി തന്നെ അത് വായിച്ച് തന്നെയാണ് എക്സാംസിന് വേണ്ടി പഠിച്ചിരുന്നത്. കാരണം നമുക്കൊരു കംഫർട്ടബിൾ സോണാണ് ആ ഒരു സമയത്ത്. അങ്ങനെ തന്നെയാണ് ഞാൻ 10ാം ക്ലാസ്സിലും +2 ഫുൾ A+ വാങ്ങിച്ചതും ഒക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് തന്നെയാണ്. അഭിഭാഷകയായിട്ട് കോടതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ റാങ്ക് വിശേഷം വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കോടതി മുറികൾ അപ്പോഴത്തേനും പരിചയമായി തുടങ്ങിയിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയും? ഞാൻ ആക്ച്വലി പ്രാക്ടീസ് ഞാൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു കോച്ചിങ് ഒക്കെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കോർട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. ആൻഡ് ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ അതിനൊരിക്കലും റെഡി ആയിരുന്നില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം പ്രൊസീജിയറാണ്. നമ്മൾ ബുക്കിഷ് നോളജ് മാത്രം അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഞ്ചിലിരിക്കുമ്പം പ്രൊസീജിയർ അറിയാതെ വന്നാൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പോകും. ഇനിയിപ്പോൾ നമ്മളെല്ലാം പോട്ടെ, നമ്മൾ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോഴായാലും നമ്മൾ ഈ പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളൊന്നും അതൊന്നും അവർക്ക് അറിയണ്ട, അത് നമുക്കറിയാമെന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ കോർട്ട് റൂം പ്രാക്ടീസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസേഴ്സ് പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൈമൾട്ടേനിയസ്ലി പഠിക്കാമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. പുതിയ സമയത്ത് നമുക്ക് കുറേ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കോടതികളിലും ടെക്നോളജി വൈസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പഴയ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ
ആളുകൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഭിന്നശേഷി സൗഹൃദമാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ പേപ്പർലെസ് കോടതികളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ എവിഡൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മൊഴിയൊക്കെ എഴുതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ജഡ്ജസ്. പക്ഷെ ഇപ്പം വോയിസ് ടു ടെക്സ്റ്റ് ടൈപ്പിംഗ് സംവിധാനം വന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ടൈപ്പായിട്ട് വരും. അപ്പോൾ സ്റ്റെനോ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഇക്വാലിറ്റി അവിടെ വന്നു കഴിഞ്ഞു. കാരണം കാഴ്ചയുള്ള ജഡ്ജസും ഇല്ലാത്ത നമ്മളും എവിഡൻസ് എടുക്കുന്നത് ഒരേപോലെയാണ്, വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ മാറ്റമല്ലേ. അതിന് എനിക്ക് ഒരു റെവല്യൂഷനായിട്ടാണ് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ശാരീരികപരമായോ മാനസികമായോ മറ്റെന്തെങ്കിലും സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലോ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പരിമിതികൾ എന്താണ്, നമുക്ക് ലക്ഷ്യം നേടാൻ തടസ്സമല്ല എന്ന് പറയുന്ന സമയത്തും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറയാം, നിങ്ങൾക്ക് ഇതൊന്നും ഒരു ലിമിറ്റേഷനേ അല്ല, നമുക്കത് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷെ അവരതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ള സ്ട്രഗിൾ അവർക്കേ അറിയുള്ളൂ. അവരതെന്തൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ് അതിനെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. നമുക്കിപ്പോൾ ഒരു വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ ഞാനതായത് കൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റുന്നത്. മറ്റുള്ളവരുടെ സ്ട്രഗിൾ നമുക്ക് അത്ര അറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പം ഒരു ഫംഗ്ഷന് പോവാണ്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. മറ്റൊരു വ്യക്തി ആ ഒരു ഫംഗ്ഷനിൽ എങ്ങനെ ഇടപെടുന്നു അതിൻ്റെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുക, പോസ്റ്റ് ആവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ സത്യം പറഞ്ഞാൽ അതാണ് സംഭവിക്കുക. നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈശ്വര വരേണ്ടിയിരുന്നില്ല, ഇതിങ്ങനെ ഇരിക്കാനാണോ നമ്മളിവിടെ വന്നതെന്ന് തോന്നുന്നത്. അതൊരു ഡിസബിലിറ്റി വന്നതുകൊണ്ട് നമുക്ക് സംഭവിച്ച പരിമിതിയാണ്. അതിലാർക്കും ഒന്നും ചെയ്യാനില്ല, നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു കോർണേഡ് ഔട്ട് ആയി പോകുന്ന സാഹചര്യങ്ങൾ അത് വരും, ബൈ ഡിഫോൾട്ട് അത് വരും. പിന്നെ മറ്റുള്ളവർ വിചാരിക്കണം ഇവരെ ഇങ്ങനെ നമ്മളിലേക്ക് ഇൻവോൾവ് ആക്കണം, അത് മറ്റുള്ളവരും വിചാരിക്കുന്നില്ല. അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത്. താനി പറയുമ്പോഴാണ് ഞാനും അതാ ആലോചിക്കുന്നത്. പലപ്പോഴും നമ്മളത് ഫിറ്റിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന പല സാഹചര്യങ്ങളിൽ ഒന്നായിരിക്കും ഇതുപോലുള്ള ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത്. താനിക്ക് അങ്ങനെ ഇപ്പൊ ഒരു അനുഭവം പറഞ്ഞല്ലോ, അതുപോലെ ഒരിക്കലും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ ജീവിതത്തില്? ഇല്ല, അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും സന്തോഷം തോന്നിയത് എന്തായിരിക്കും? ഓഫ്കോഴ്സ് ഇപ്പൊ അത് പിന്നെ ചോദിക്കണ്ടല്ലോ, ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെയാണ്. അഭിഭാഷകയായിട്ട് എൻറോൾ ചെയ്തപ്പോൾ നമ്മൾ ആരെങ്കിലും കീഴിൽ നമ്മൾ വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ താനി അങ്ങനെ ഒരാളുടെ കീഴിൽ വരാൻ വിചാരിച്ച സമയത്ത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? ആരെങ്കിലും എടുക്കാതിരിക്കുകയോ അങ്ങനെ? സ്റ്റഡീസ് കഴിഞ്ഞപ്പം അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് സിന്ധു. അങ്ങനെ അവർ ത്രൂ ആണ് ഇവിടെ അഡ്വക്കേറ്റ് സുനിൽ KG സാറിൻ്റെ അടുത്ത് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിലിമിനറി, മെയിൻ എക്സാം, പിന്നെ ഇന്റർവ്യൂ, അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ എക്സാമിന്റെ ഒരു പാറ്റേൺ. അപ്പൊ അതില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഏതായിരുന്നു? എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു സെൻസ് വരുന്ന സമയത്ത് പ്രിലിംസ് ആയിരിക്കുമ്പം എന്താണ് ഒബ്ജക്റ്റീവ് ആണ്, അപ്പോൾ 1 വേർഡാണ്. അപ്പോൾ ഒരൊറ്റ ശരി ഉത്തരം മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ നമുക്ക് 2 ശരിയാണോന്ന് തോന്നാം. ആ ഒരു എന്താ പറയുക, ട്രിക്കിയാണ്. അതവിടെ കഴിഞ്ഞു. മെയിൻസ് വരുമ്പോഴത്തേക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. 4 പേപ്പേഴ്സാണ് ഉണ്ടാവുക. അത് എല്ലാം എഴുതുക, വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഒറ്റ ഇരിപ്പിന് നമ്മളൊരു 30-35 പേജസ് ഒരു പേപ്പർ എഴുതേണ്ടി വരും. അങ്ങനെ ഒരു 4 പേപ്പറാണ് ഉണ്ടാവുക. എത്ര മണിക്കൂറാണ് എക്സാം? എല്ലാവർക്കും 3 മണിക്കൂറാണ്. നമുക്ക് സ്ക്രൈബ് വെച്ച് എഴുതുന്നത് കാരണം 1 മണിക്കൂർ എക്സ്ട്രാ ഗവൺമെന്റ് റൂളുണ്ട്. അങ്ങനെ 4 മണിക്കൂർ. അപ്പോൾ ഒരു ദിവസം 2 പേപ്പർ ഉണ്ടാവും. അങ്ങനെ 2 ദിവസം വെച്ച് 4 പേപ്പർ ചെയ്യണം. പിന്നെ ഇന്റർവ്യൂ വരുമ്പോൾ അത് അതിൻ്റെ സ്ട്രഗിളാണ്. കാരണം അവിടെ നമ്മൾ എഴുതുകയല്ല, നമ്മൾ മാത്രമല്ല, മുന്നിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഹോണറബിൾ ഹൈക്കോടതി ജഡ്ജസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പകുതി മുക്കാൽ ടെൻഷൻ അവിടെ തന്നെ ആയി. വിഷ്വലി എംപയർഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് എന്നുള്ളത് അവർക്കും അറിയാം. അപ്പം ആദ്യത്തെ ഒരാൾ കൂടി ആയിരിക്കാം ഒരുപക്ഷെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം വന്നിരുന്നോ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുക, എന്തൊക്കെ മെത്തേഡ്സ് ആണ് നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ട ആൻസേഴ്സ് ഞാൻ ആ സമയത്ത് പറഞ്ഞു. അത് കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായിരുന്നു താനിയുടെ ഉത്തരം? എനിക്കറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അല്ല, ഞാൻ നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ടെക്സ്റ്റ് ടു സ്പീച്ച്, അതായത് സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ കാര്യങ്ങളും അതുപോലെ അങ്ങനത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളതെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ താനിക്ക്? ഇഷ്ടമാണ്. ഞാൻ
എന്താ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാനും അമ്മയും കൂടെ വലിയ ട്രിപ്പൊന്നും ആയിരിക്കില്ല, നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്യുക, അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. എങ്ങനെയാണ് ട്രാവൽ മോഡ്? എങ്ങനെയാണ് ട്രാവൽ മോഡ്? അധികം ട്രെയിൻ ആണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഏറ്റവും മെമ്മറബിൾ ആയിട്ട് തോന്നിയ സ്ഥലം ഏതാണ്? ഇഷ്ടപ്പെട്ടത്, എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലം? ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഓരോരോ എക്സ്പീരിയൻസസ് ആയിരിക്കും. റീസെൻ്റ്ലി ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്മനാഭ ടെമ്പിളിൽ കുറേ കാലമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു, എത്രയോ വർഷങ്ങളായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റാറേ ഇല്ല. അപ്പം അവിടെ ഒന്ന് പോയി തൊഴുതപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഈ ഹെലൻ കെല്ലർ പറയുന്നുണ്ട്, ഞാൻ ടച്ച് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും അറിയുക, ഓരോ കാര്യങ്ങളും പഠിക്കുക എന്ന് പറയുന്നത്. താനെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയാണ്? ടച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ അറിയാൻ ശ്രമിക്കും. അത് എൻ്റെ ഒപ്പം ഉള്ളത് അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ടച്ച് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ അതൊരു ഫ്ലവർ ആയിരിക്കാം, അപ്പോൾ ഇത് ഇന്ന ഫ്ലവറാണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇപ്പം നമുക്ക് അത്ര ക്യൂരിയോസിറ്റി ഒന്നും അത്തരം കാര്യങ്ങളോടില്ല. പക്ഷെ ചെറിയ കുട്ടിയായിരിക്കുമ്പം നമ്മുടെ വിഷയം എന്താ വെച്ചാൽ നമുക്കറിയില്ല ഇങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ടെന്ന് പോലും നമുക്ക് പലപ്പോഴും ആ ഒരു വളർന്നു വരുന്ന കാലത്ത് എല്ലാവരും എന്നെ പോലെയാണെന്നല്ലേ ഞാൻ വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. പതിയെ പതിയെ അത് പറഞ്ഞു തന്ന് മനസ്സിലാക്കി അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരികയാണ് ചെയ്തത്. ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് ടാനിയുടെ? അതായത് വീട്ടില് കാര്യങ്ങളൊക്കെ ഇപ്പം സ്ഥിരമായി ഇടപെടുന്ന സ്ഥലങ്ങൾ എങ്ങനെയായിരിക്കും ടാനിക്ക് അറിയാമല്ലോ. നിങ്ങളെല്ലാവരും എങ്ങനെയാണോ അവിടെ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യവും. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാറുണ്ട്. പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഓർക്കാൻ എന്താണ് താനിയ ഓർത്തു വയ്ക്കുക? ശബ്ദമാണോ? ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം മാത്രം കേട്ട ശബ്ദമാണെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റണമെന്നില്ല. എനിക്കെന്നല്ല, ഈവൻ ഒരു വിധം എല്ലാവർക്കും ഒന്നും, നിങ്ങൾ കാണുന്ന ആൾക്കാർ എന്നെ ഫേസ് മറന്നു പോകാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ ശബ്ദത്തിൻ്റെ കാര്യം. അപ്പോൾ പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് വന്ന് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബ്ലണ്ടർ ക്വസ്റ്റ്യനാണത്. ഒരു കാഴ്ചയില്ലാത്ത ഒരാളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എന്നെ മനസ്സിലായോ. നിങ്ങൾ ഏറ്റവും ഡീസൻ്റായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇന്ന ആളാണ് എന്ന് ആദ്യം പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് ഇടിച്ചു കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഇൻജസ്റ്റിസ് ആണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്, ഞാനെന്നല്ല പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണത്. നമ്മളൊരു ഗ്യാതറിങ്സിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഞാനാരാന്ന് മനസ്സിലായാൽ, ഞാനൊക്കെ ആണെങ്കിൽ ഓപ്പണായിട്ട് മനസ്സിലായില്ല എന്ന് പറയും. പക്ഷെ എല്ലാവർക്കും ആ ഒരു പറയാനുള്ള പറ്റണം എന്നില്ല. ചിലവർ ഭയങ്കര ടെൻസ്ഡായി പോകും, അയ്യോ ഇത് ആരാണെന്ന് അറിയില്ലല്ലോ, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും. അങ്ങനെ ഒരു ഇമോഷണൽ ഡിലെമയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒറ്റ ക്വസ്റ്റ്യൻ മതി. അപ്പോൾ അതിന് പകരം വളരെ നല്ല രീതിയിൽ ഇത് ഞാൻ ഇന്ന ആളാണ്, അതിനിപ്പോൾ എത്ര വലിയ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ആ രീതിയിലെ കോൺവെർസേഷൻ ഒരു ടോട്ടലി ബ്ലൈൻഡിനോട് സംസാരിക്കുമ്പോൾ തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ കുറേ ബേസിക് ലെസൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നിലുള്ള ആൾ അങ്ങോട്ടേക്ക് മാറുമ്പോൾ തന്നെ ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ലീവ് ചെയ്യുക. അതർവൈസ് ഈ ആൾക്ക് മനസ്സിലാവില്ല മുന്നിലുള്ള ആൾ പോയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക് ഇന്നും അറിയില്ല. ക്ലാസ്സിൽ ഇപ്പം LLBക്ക് പഠിക്കുന്ന സമയത്തായാലും ഇപ്പം ബാക്കിയുള്ള കുട്ടികളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ലോ കോളേജിൽ വിഷ്വലി ഇംപയർഡായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ജനറേഷൻ കുറച്ചുകൂടി ഇൻക്ലൂസീവാണ്. പഴയ ജനറേഷൻ്റെ അത്ര ക്യൂരിയോസിറ്റി കാണിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഉള്ളവർക്കില്ല. കാരണം അവർക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് മെയിനായിട്ട് 2 ഫ്രണ്ട്സാണ് തുടക്കം മുതൽ 5 വർഷം എൻ്റെ ലോക്കൽ ഗാർഡിയൻസ് ആണെന്ന് ഞാൻ പറയും. അവർ കോളേജിൽ അനുഷ ആൻഡ് സീതാലക്ഷ്മി, അവർ നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ ഓഫീസിലേക്ക് വന്നപ്പോൾ ഇവിടെ എൻ്റെ ക്ലർക്കുമാർ, ഇവിടെയാണ് ഇവിടുത്തെ ലോക്കൽ ഗാർഡിയൻസ്. അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാതെ അങ്ങനെയും കെയർ ചെയ്ത് അവർ വെക്കുന്നുണ്ട്. ഇതുവരെയുള്ളൊരു റോളല്ല ജീവിതത്തിൽ. ഇനി അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ജഡ്ജിയായിട്ട് വരുമ്പോൾ നീതി നിർവഹണത്തിൽ താന്യ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജഡ്ജ് ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രഗ്ലിംഗ് പ്രോസസ്സ് ആയിരുന്നു. ഇപ്പോൾ ഇനിയാണെങ്കിലും ഞാൻ കൂടുതലും ചാലഞ്ചസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഏറ്റവും ആദ്യം. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത്, എല്ലാം ആഫ്റ്റർ ഓൾ സർവൈവൽ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്നെ കൊണ്ട് ടു മൈ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് നല്ല ഇമ്പാർഷ്യലായി ഒബ്ജക്റ്റീവായി സമൂഹത്തിൽ എല്ലാവർക്കും ഏറ്റവും അവസാനത്തെ ആൾക്ക് വരെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജസ്റ്റിസ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് താഴെ വീണു പോകാറുമുണ്ട്. ചിലവരത്
ആ സ്വപ്നം എത്തിപ്പിടിക്കുകയും ചെയ്യാറുണ്ട്. താനിയയുടെ കാര്യത്തിൽ താനിയയുടെ കഠിനാധ്വാനമാണ് ഏറ്റവും വലിയ കൈമുതൽ എന്ന് പറയുന്നത്. നേരത്തെ ജഡ്ജിയായി താനിയയ്ക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.